ശരി, അപ്പം കുറച്ച് പേരായിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ചെയ്തതിൻ്റെ? ഏകദേശം നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ ഉദ്ദേശിച്ച ഇന്നും നാളെയായിട്ട് നമ്മളത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ആറാമത്തെ ആൾക്ക് എന്തെങ്കിലും ഡ്രസ് എന്തെങ്കിലും കളർ ഉണ്ടോ അവിടെ? ഒന്നും ഇട്ടിട്ടില്ല ബാക്കിലിരിക്കുന്ന ഫിഗർ അല്ലേ? ആ ഞാൻ ഇപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തു. അത് ഞാൻ കുറച്ച് സാബ്രീൻ്റെ കൂടെ ശകലം ബ്രൗണും കൂടെ മിക്സ് ചെയ്ത്, ബേൺ സീനോടെ മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ട് വാഷ് ചെയ്തു കേട്ടോ. ഏതിന്റെ കൂടെ? സാബ് ഗ്രീനും ഒരു ശകലം, ഒരു 2 ഡ്രോപ്പ് സാബ് ഗ്രീൻ എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ബേൺ സീന. ഓക്കെ. കുറച്ച് അല്ലെങ്കിൽ ബാക്കി ബ്ലൂ, പിങ്ക്, ഗ്രീനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സെയിം കളർ വരാതിരിക്കും കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് രണ്ട് ഡ്രോപ്പ് സാപ്രീന്റെ കൂടെ 2 ഡ്രോപ്പ് ബേൺ സീന, 1 ഡ്രോപ്പ് ബേൺ സീന നല്ലപോലെ വെള്ളം ചേർത്ത് ലൈറ്റ് ആക്കി കേട്ടോ. ഇനി നമുക്ക് തന്നെ ഇങ്ങനെ കുറച്ച് നെക്ക് പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നെക്ക് പോർഷൻസ് ആയിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് ആദ്യം ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തൊരു കയ്യിൽ പണസഞ്ചി ആയിട്ടുള്ളൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ കളർ തന്നെ കൊടുക്കാം. 2 ഡ്രോപ്പ് സാബ്രീൻ്റെ കൂടെ 1 ഡ്രോപ്പ് ബേൺ സീന് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ, ഒരു ബെണ്ട് അമ്പർ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് നമുക്ക് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ തന്നെ ഞാനിവിടെ ഉണ്ട്. ഈ ഒരു കളറാണ്, ഒരു ഡാർക്കായിട്ടുള്ള ടോണാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ട് നല്ലതായിട്ട് വെള്ളം ചേർത്ത് കയ്യിലിരിക്കുന്നൊരു നല്ലപോലെ വെള്ളം ചേർത്താണ് കൊടുത്ത് ഔട്ടറിൽ. ഈ ഒരു കളർ കേട്ടോ. ഇയാളുടെ ഡ്രസ്സിന് കൊടുത്ത ആ ഒരു കളർ തന്നെ കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി കുറച്ച് ചെറിയ നെക്ക് പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പ്രഷ്യൻ ബ്ലൂ എടുക്കുന്നു കേട്ടോ. പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. നമുക്ക് ഏത് കളേഴ്സുകൾ വേണമെങ്കിലും കൊടുക്കാം. ഇതിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കളേഴ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ടിരിക്കും. സാധാരണ നമ്മൾ മ്യൂറൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾക്ക് ഡിസൈനർ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഒത്തിരി നമ്മൾ കുറച്ചുകൂടെ ക്രിസ്ത്യൻ മ്യൂറൽസ് കാരണം കുറച്ചുകൂടെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ കുറച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫിഗറിൻ്റെ തന്നെ ഈ ഭാഗങ്ങളാണ്. പ്രഷ്യൻ ബ്ലൂ ആണ്, കുറച്ച് വെള്ളം ചേർത്ത് ചെയ്യുന്നത് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ കളറാണ്. ഇവിടെയും വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഈ റൂം നമ്മൾ റോഡ് സൈഡിൻ്റെ അടുത്താണ്, മുകളിൽ ഇതുമില്ല. ബാക്കി റൂമാണ് പ്രശ്നം, ഭയങ്കര ചൂടായിരിക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഉണ്ടല്ലേ ചൂട്? അപ്പം മാം ചെന്നൈയിലൊന്നും ഓർണം ആണല്ലേ? ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാണ് ഈ വർഷം, ഭയങ്കര ചൂടാ. നമുക്ക് ഇന്ന് ഏറ്റവും ചൂട് കൂടുതൽ വാണ്ടത്തൊക്കെ യെല്ലോ അലേർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര അഡ്ജസ്റ്റ്. ഞാൻ ഈ 2 വീലറിലൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. ഭയങ്കര നല്ല ഡിസ്റ്റൻസും ഉണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റത്തില്ല ഇറിറ്റേഷൻ. ഈ ഒരു ഭാഗം പിന്നെ ചെറിയൊരു വൈറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്കി കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഫിഗറിൻ്റെ ഡ്രസ്സ് നമ്മളുണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തിരുന്നില്ല ഈ ഫിഗറിൻ്റെ, അത് ഞാൻ ക്രിംസൺ റെഡ് കേട്ടോ ലൈറ്റായിട്ട് കൊടുത്തിട്ട് ചെയ്തതാണ്. ഈ ഒരു ഭാഗം വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു? ജീസസിന്റെ അടുത്ത് റൈറ്റിലിരിക്കുന്ന ആളുടെ കഴുത്തിലും ചെയ്യണമല്ലോ. അതിപ്പം ചെയ്യും, അത് ചെയ്തിട്ടില്ല. ജീസസിൻ്റെ ഇവിടുത്തെ ഞാൻ ഇത് ബ്ലൂ ഒക്കെ ഇടാൻ മറന്നു ചെയ്യാവേ. ഇത് നമുക്ക് ഗ്രേ കളർ കൊടുക്കാം കേട്ടോ. ഗ്രേ കളർ ബ്ലൂവും ബ്രൗണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രേ ആവേ. ഒരു ചെറിയ ഗ്രേ ബ്ലൂവും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട്
ബ്ലാക്ക് പോലത്തെ കളറാണ്. നമ്മൾ ഏകദേശം ആ കളറിനുള്ള താടിക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജീസസിന്റെ റൈറ്റ് ഹാൻഡ് അവിടെ ഒരു കളർ കൊടുക്കാനില്ലേ? അത് ഈ ലൈറ്റ് ബ്ലൂ തന്നെയാണ്, ഞാൻ വിട്ടുപോയതാണ്, അതിപ്പോൾ കൊടുക്കാം. നമ്മൾ ജീസസിന്റെ സെക്കൻഡ് ഫോട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആരെനിക്കുന്ന പിക്ചർ അയച്ചു ജീന ചേച്ചിയാണെന്ന് തോന്നുന്നു. ഫേസ് കുറച്ചൊന്ന് ഡാർക്കായിപ്പോയി കേട്ടോ. ക്രൈസ്റ്റിൻ്റെ കളറ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വൈറ്റ് വെച്ച ചെറിയ ഷെയ്ഡ് സെക്കൻഡ് കോട്ടിലൂടെ നമുക്കതൊന്ന് ഡാർക്ക് ചെയ്ത് തരില്ല. അതിന് വലിയൊരു പടർന്ന പോലൊരു ഫീലായിരിക്കും. നമ്മൾ ഒറ്റ കോട്ടിൽ തന്നെ കളർ ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡോട്ട് എന്നതിന് പകരമായിട്ടൊരു പടർന്ന ഫീലായിരിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ലഭിച്ചു. അപ്പം അതുകൊണ്ട് കളേഴ്സുകൾ ആരും എനിക്ക് ഫോട്ടോ എടുത്ത് ജീന ചേച്ചിയുടെ ആണെന്ന് തോന്നുന്നു. വേറെ ആരാ എനിക്ക് ഫോട്ടോ ഇട്ടിട്ട് ജീന ചേച്ചി ഇട്ടിട്ട് വേറെ ആരാ ഇന്നോ ഇന്നലെ ഫേസ് മാത്രം ഇട്ടായിരുന്നു. ആരാണ്? ഡോളി ഒരു ഫേസ് മാത്രം ഇട്ടായിരുന്നു. ഡോളി മാമിന്റെ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതാണോ ഡാർക്ക് ആയി പോയെന്ന് പറഞ്ഞേ? ഒന്ന് നോക്കട്ടെ മാം. നയൻ 9495 ആണ് തോന്നല്ലേ. 2-3 നമ്പറുകളാണ്. അപ്പോൾ ഏതിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. ഓബിമയും കയറിയില്ലേ? ഞാൻ ഇട്ടില്ലായിരുന്നു, ഫേസ് ചെയ്തതിന് ശേഷം ഇട്ടില്ലായിരുന്നു. ഇപ്പൊ ഇടാം. അല്ല കയറിയില്ലേന്ന് ചോദിച്ചത്. ഒരു മിനിറ്റ്. ഞാനല്ല ഇത്ര ഡോളി മാമിൻ്റെ ആണ് കേട്ടോ. ഡോളി മാമിൻ്റെ ഇതിലും ഇവിടെയൊക്കെ വന്നിരിക്കുന്നില്ലേ മാം, ഡോട്ടെല്ലാം ക്ലിയർ ആയിട്ട് ആദ്യത്തെ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു വൈറ്റ് ഇല്ലെങ്കിൽ ട്രയാങ്കിൾ പോലെ നിൽക്കുകയാണ് കേട്ടോ മാം. അത് കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് വെച്ച് വൈറ്റ് നല്ലപോലെ വെള്ളം ചേർക്കുക. വൈറ്റ് കളർ വെള്ളം ചേർക്കുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ ഫേസ്? ഒന്ന് നോക്കിയേക്കോ. ഡോളി മാം ആണോ? ഇല്ല, ബോബി. ഞാൻ ഗ്രൂപ്പിലിട്ടാക്കണേ. നോക്കാം മാം. ഞാൻ ഡോളി മാമിൻ്റെ ഒന്ന് പറഞ്ഞോട്ടോ. ഡോളി മാം മനസ്സിലായോ മാം? ആ നെറ്റിയിലും കവിളിലും ഒക്കെ വന്നിരിക്കുന്ന വൈറ്റ് അതുപോലെ നിൽക്കുകയാണ്. ഇത് സ്മജ് ചെയ്ത് ഒട്ടും തന്നെ അകത്തോട്ട് കയറിയില്ല. അപ്പോൾ ആ ഭാഗം കുറച്ച് ഡാർക്ക് ആവശ്യം. അപ്പോൾ വൈറ്റ് കലക്കിയിട്ട് ഈ ലൈറ്റായിട്ടുള്ള ഭാഗത്ത് നിന്ന് അകത്തോട്ട് ഷെയ്ഡ് കുത്തുകുത്തായിട്ട് തന്നെ കൊടുക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞ മാമിന്? ഡോളി മാം കേട്ടായിരുന്നോ? മനസ്സിലായി. ബോബി മാമിൻ്റെ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ലൈറ്റ് ഫുള്ളായിട്ടും കവർ ചെയ്തിട്ടുണ്ട് ഇത് നെറ്റിയിലൊക്കെ ഉള്ളത്. എന്നാലും വലിയ കുഴപ്പമില്ല. അല്ല വൈറ്റ് അടിക്കണ്ട മാം, അടിക്കണ്ട. നമുക്ക് ഇടുമ്പം അതാണ് ഞാൻ ഈ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. മറ്റത് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും നമുക്ക് ഏത് ലെവലിൽ എത്തണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഫേസിൻ്റെയൊക്കെ ഒന്ന് പിക്ചർ ഇട്ടാലേ. ആ പില്ലറിനും മാം പെയിന്റ് അടിച്ചെത്തിയാ? ഇതിനടിച്ചിട്ടില്ല മാം, ഇതിനടിച്ചിട്ടില്ല. അപ്പർ സൈഡ് അടിച്ചിട്ടുണ്ട്, ഈ സൈഡ് അടിച്ചില്ല.
ഇത് ഞാൻ ഇവിടെ ഒരു ഗ്രേഡ്സ് ഒക്കെ വരച്ചിട്ട് പില്ലറൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്നും ചെയ്തില്ല. ഇതിനകത്ത് തന്നെ ഈ ടേബിൾ ഷീറ്റ്, ടേബിള്, മറ്റേ പോട്ടുകൾ എല്ലാം കുറേ ഡീറ്റെയിൽ ഉണ്ടായിരുന്നല്ലോ. നല്ല സമയം എടുത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ നാളെ മറ്റന്നാളെ 2-3 പോർട്രേറ്റുകളുടെ ഫോട്ടോസ് ഉണ്ട്. ഈ ചൂട് കാരണം നമുക്ക് രാത്രി ഒന്ന് ഇരുന്ന് ചെയ്യാനായിട്ടേ, അല്ലെങ്കിൽ നമ്മൾ AC ഉള്ള റൂമിൽ പോയിരുന്നൊക്കെ ചെയ്യണം രാത്രിയായാൽ. അപ്പോൾ ഞാൻ രാത്രിയാണ് പൊതുവെ വരയ്ക്കാനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടമുള്ള ടൈമാണ്. പക്ഷേ ഇപ്പോൾ രാത്രി ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം. അത് കാരണം ആ റൂമിൽ പിന്നെ ഈ വലിയ പോട്ട് വന്ന് ഇപ്പം മാം ചെയ്താക്കണ സെന്ററൊക്കെ പ്ലെയിൻ ആണോ? പ്ലെയിനാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ റെഡ് എന്തെങ്കിലും വെച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു വള്ളി പോലെ ഇല പോലെ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് എന്നാ കളറാ പഠിക്കുന്ന? ഇതിപ്പോൾ നമ്മൾ ഗ്രേ തന്നെ ഇവിടെ അടിച്ചതിൻ്റെ അതേ കളർ തന്നെ, ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ അതേ കളർ തന്നെ ഞാൻ ആ ചെരുപ്പിനും കൊടുക്കുന്നു കേട്ടോ. ഒരു ഗ്രേ കളർ തന്നെ. എന്താ പറയുക, ഫ്ലോർ ബ്രൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അവരുടെ ഡ്രസ്സും ഗ്രേ ആണ് ആളുടെ, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു തരത്തിൽ ഗ്രേ ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ, ബ്ലാക്കിന് പകരം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ജസ്റ്റ് വെള്ളം വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും കേട്ടോ. അമ്പലത്തിലെ ഇവിടെയും ഭയങ്കര ഉത്സവം, ഭയങ്കര സൗണ്ടും ലൈറ്റും ഒക്കെ ഇട്ട് ആ ഭാഗം ഏകദേശം കുറേ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീന് സാഗ്രീൻ വെച്ചൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഞാനവിടെ ചെയ്തിട്ട് വിട്ടുപോയതാണ്. മുകളിലത്തെ ഡ്രസ്സ് പോലെ നമ്മൾ ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ട് അതിൽ സാഗ്രീൻ വെച്ച് അതിൻ്റെ ഒരു കമ്പിനേഷനായിട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ക്രൈസ്റ്റിൻ്റെ കൈ ഞാൻ കുറച്ച് വിട്ടുപോയി ഈ ഒരു ഭാഗം. ബോബി മാം അല്ലേ ചെന്നൈയിലെന്ന് പറഞ്ഞത്? അതെ മാം. മാം ചെന്നൈയിൽ എവിടെയായിട്ടാണ്? ഞാൻ അമ്പത്തൂർ എന്ന് പറയും. അമ്പത്തൂർ അറിയാം. എൻ്റെ ഒരു കസിൻ ആവടിയിലുണ്ട്, വരാറുണ്ട്. അമ്പത്തൂർ വഴിയല്ലേ? അമ്പത്തൂർ വഴി ആവടി പോണം. അവിടെ ഇപ്പൊ സമ്മർ വെക്കേഷൻ തുടങ്ങിയോ? ഇല്ലല്ലേ? എന്റെ പിള്ളേരൊക്കെ വലുതായി മാം, അതുകൊണ്ട് എനിക്ക് സമ്മർ വെക്കേഷന്റെ കാര്യം ചൂടായതുകൊണ്ട് എവിടേക്ക്. അത് ഫുള്ള് ബ്ലൂ ആണോ? ലൈറ്റ് ബ്ലൂ ചെറുതായിട്ട് കൊടുത്തിട്ട് അകത്തൊരു ചെറിയ വൈറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ ചെയ്തു ഇത് തലമുടി ആരോ ചെയ്തത്. കുറച്ചുകൂടെ നമുക്കൊരു
നമ്മൾ വീണ്ടും അവിടെ ചെയ്യുകയാണ് തലമുടിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇട്ടത്. ശരിക്കൊരു ബേൺസീന വെച്ചിട്ട് ചെറിയൊരു കളർ ബേൺസീനയും യെല്ലോ ഓക്കറും കൂടെ ചേരുന്ന ഒരു ഷെയ്ഡാണ് നമ്മൾ കൊടുത്തത്. ഇന്ന് ബേൺസീന തന്നെ കുറച്ചൊന്ന് ഡാർക്കാക്കിക്കൊണ്ട് കേട്ടോ, ബേൺസീന മാത്രം സെക്കൻഡ് കോട്ടായിട്ട് ഹെയറിൽ കൊടുക്കുകയാണ്. നമ്മൾ ആ ചെയ്തതിൻ്റെ നടുക്കായിട്ട് കേട്ടോ, ബേൺസീന മാത്രമാണ്. കാണുന്നുണ്ടോ? ബെൻസിലിൽ ശകലം ബ്ലാക്ക് ചേർത്താൽ, അല്ല ബ്ലാക്ക് അല്ല ബ്ലൂ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ കൈ വയ്ക്കുമ്പോൾ മറിയുന്നുണ്ട്. ഇല്ല കുഴപ്പമില്ലല്ലോ. ഏത് ബ്ലൂവാ? പ്രഷ്യൻ ബ്ലൂ. വളരെ കുറച്ച് കേട്ടോ, ഒരു ചെറിയൊരളവിന് ബേൺസിനെയാണ്. മറ്റേത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മതി കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെയുള്ള ഡാർക്ക് കളേഴ്സ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുള്ളായിട്ട് ലൈറ്റ് മറഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ആ ലൈറ്റ് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാം ഇത് കഴിയുമ്പോ ജീസസിന്റെ ഫേസും ഹെയറും മാത്രമായിട്ട് ഒരു ക്ലോസപ്പ് ഫോട്ടോ ഇതില് ആദ്യം അടിച്ച ഒരു യെല്ലോ ഉണ്ടല്ലോ, ആ യെല്ലോ കാണില്ല അല്ലെ? അത് കാണത്തില്ല. അത് നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഒരു ഗ്ലോ ആയിട്ട് അതിന്റെ പുറത്ത് നമ്മൾ വീണ്ടും ലൈറ്റ് വെച്ച് കൊടുക്കും. ബ്ലാക്ക് എഴുതിയിട്ട് ആ കാണുന്നോടം വന്ന് ക്രോമല്ലോ ആണോ കാണുന്നത്, അതോ അല്ല സോറി യോക്കർ ആണോ കാണുന്നത്? അത് പണ്ടടിച്ച ലൈറ്റ് യെല്ലോ അടിച്ച ഒരു ചെറിയ കളർ നമുക്ക് ചെറുതായിട്ടൊന്ന് വിടാം. കൂടുതൽ നമ്മൾ യെല്ലോ ഒക്കെ രണ്ടാമത്തെ കളർ മാത്രമേ നമുക്ക് അതിനകത്ത് വിസിബിൾ ആകത്തുള്ളൂ. ഹൈലൈറ്റ് നമുക്ക് നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു നമുക്ക് ആ മുടിയിലൊരു ഷൈനിങ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് പെയിൻറ്റിങ് ടെക്നിക്കാണ്. അപ്പം നമുക്ക് അതൊന്ന് നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് ഒരു വൈറ്റ് കൂടെ ചേർത്തുകൊണ്ട് ചെറിയ രീതിയിൽ ക്രോമെല്ലോ നമ്മളൊന്ന് ചെയ്യും, ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ ഞാനൊക്കെ ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും അത് പറ്റണമെന്നില്ല. നമ്മൾ വളരെ തിന്നായിട്ട് ബ്രഷുകൾ വരച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഹെയറിൻ്റെ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഫേസിൻ്റെ രണ്ടാമത്തെ കോട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലും ഡ്രസ്സുകളിലും വരുന്ന ഫേസിൻ്റെ രണ്ടാമത്തെ കോട്ട് നമ്മൾ ഫേസിന് ഏതൊക്കെ കളറാണ്? ബേൺസീനയും യെല്ലോ ഓക്കറും ആണോ അതല്ലേ കൊടുത്തത്? ബേൺസീന യെല്ലോ ഓക്കറും അല്ലേ ഫേസിന് കൊടുത്തത്? ജീസസിനാണോ? ജീസസിന്. നമ്മൾ ഈ യെല്ലോ ഓക്കർ ലൈറ്റ് ആക്കിയാലും ബേൺസീന ലൈറ്റ് ആക്കിയാലും സ്കാർലറ്റ് റെഡ് ലൈറ്റ് ആക്കിയാലും ഏകദേശം നമുക്ക് ഫസ്റ്റ് കോട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ തന്നെയാണ്. ഈ ഒരു കളർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്, കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് കളർ വെച്ച് നമുക്ക് ഏത് കളറാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചില കളറുകൾ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കോട്ടൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്, ഒരു വൈറ്റ് പോലെ തോന്നത്തുള്ളൂ. അപ്പോൾ ഏത് ഷെയ്ഡാണ് സെക്കൻഡ് കോട്ട് നമ്മൾ സ്കാർലറ്റ് റെഡും യെല്ലോ ഓക്കറും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യത്തെ കോട്ട് നമ്മൾ കൊടുത്തത് ബേൺസീനയും യെല്ലോ ഓക്കറാണ്. രണ്ടാമത്തെ കോട്ട് നമ്മൾ കൊടുക്കുന്നത് സ്കാർലറ്റ് റെഡും യെല്ലോ ഓക്കറാണ്. രണ്ടും 1:1 എന്ന അളവിലാണ് കേട്ടോ. യെല്ലോ ഓക്കർ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് സ്കാർലറ്റ് റെഡ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ നല്ലപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് കളർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 6 ഇരട്ടിയെങ്കിലും വെള്ളം, 6 ഡ്രോപ്പെങ്കിലും 2 ഡ്രോപ്പ് കളറിന് 6 ഡ്രോപ്പെങ്കിലും വെള്ളം നന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമ്മളിത് ഓരോ ഡ്രോപ്പ് നന്നായിട്ട് എടുത്തൊരു ബൗളിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ നമ്മൾ എന്ത് ചെയ്യണം,
വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. വെള്ളത്തിലാണ് നമുക്ക് ഡോട്ട് ഇടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് അങ്ങ് ഡാർക്കായി പോകും. മനസ്സിലായോ? കളേഴ്സിന് വീണ്ടും പറയണം, 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, 1 ഡ്രോപ്പ് സ്കാർലറ്റ്, എന്നിട്ട് 6 ഡ്രോപ്പ് വരെ വാട്ടറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഈ വെള്ളം ചേർത്ത കളർ വളരെ ലൈറ്റാണ്. ആ കളറിനെ നമ്മളിത് ആദ്യം നെക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നെക്കിൻ്റെ 2 പോർഷൻ കളറൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ആവാനാണ്. ബ്രഷും നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എന്നിട്ട് ഒന്ന് ചെയ്ത ഉടനെ തന്നെ ബ്രഷിൽ രണ്ടാമത് മുക്കുന്നത് വെള്ളമാണ് കേട്ടോ. ഇപ്പം നമ്മൾ കളറിൽ മുക്കിയില്ല, ബ്രഷ് രണ്ടാമത് മുക്കുന്നത് എന്താണ്, വെള്ളമാണ്. വീണ്ടും മൂന്നാമത് ബ്രഷ് എടുത്ത് നമ്മൾ വീണ്ടും അവിടെ ലയിപ്പിക്കുന്നുണ്ട്. അത് വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത്, കളർ എടുക്കുന്നത്. ആ കളറിനെ സ്മജ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് ഈ അറ്റത്ത് ചെയ്ത കളറിനെയാണ് നമ്മൾ ഡോട്ടായിട്ട് വീണ്ടും കൊടുക്കുന്നത്. സെക്കൻഡ് കോട്ടിൽ ഈ അറ്റത്ത് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ വരച്ചില്ലേ, ആ കളറിലാണ് തൊട്ടിട്ട് നമ്മളിത് ഈ ലൈറ്റായിട്ട് സ്മജ് ചെയ്ത ഭാഗത്ത് ഡോട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെള്ളം ചേർത്ത് ലയിപ്പിച്ചത് കൊണ്ട് അവിടെ ഡോട്ട് കൊടുത്താൽ ഡോട്ട് ഫീല് തോന്നത്തില്ല. കാരണം നല്ലപോലെ ഇങ്ങനെ വെള്ളമായിട്ട് ഇരിക്കുകയാണ്. അവിടെ ഇട്ട് നമ്മൾ കുത്തിയാലും എന്ത് തോന്നത്തില്ല, ഡോട്ടുന്നില്ല. അതേസമയം നമ്മളിത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഓരോ കുത്തുകളും ഡോട്ടായിട്ട് നമുക്ക് ഡോട്ടായിട്ടും ഡാർക്കായിട്ടും ഒക്കെ തോന്നും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് 2 കോട്ട് വരെ നമുക്കതിനകത്ത് ഡോട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. മൂന്നാമത്തെ കോട്ടിലാണ് നമ്മളതിൻ്റെ ഒരു ഡാർക്ക്നെസ്. ഇത് ഈ കണ്ണിൻ്റെ മുകളിൽ കേട്ടോ, കണ്ണിൻ്റെ മുകളിൽ ഞാൻ 2 സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കും. നടുക്കല്ല, 2 സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കേട്ടോ. കണ്ണിൻ്റെ മേളിലായിട്ട് കേട്ടോ, 2 സൈഡിൽ നിന്നാണ്, ഫുള്ളായിട്ടല്ല, കണ്ണൊന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഈ ഭാഗത്ത് നിന്നും, അതുപോലെ ഈ ഭാഗത്ത് സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും, ഈ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ നോസിൻ്റെ അടുത്ത് നിന്നും. ഈ ബ്രഷിൽ വെള്ളം മുക്കി നല്ലപോലെ ബ്രഷ് ഒന്ന് തുടച്ചെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ്. ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങിയാലും നമുക്ക് അവിടെ ഒരു ഡോട്ട് കൊടുക്കും. അതുപോലെ കണ്ണിൻ്റെ താഴെ ചെറിയൊരു വരയാണ് കൊടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കൊടുക്കുന്നത്. ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിന് മുക്കി നമ്മളതിനെ ഒന്ന് സ്മജ് ചെയ്ത് എൻഡിലോട്ടാണ്, ഈ ഒരു എൻഡിലോട്ടാണ്. ഇതെവിടെ സ്മജ് ചെയ്ത് ചേർക്കാൻ, ഈ ഷെയ്ഡ് കൊടുത്ത് എവിടെ ചേർക്കുന്നതിനുള്ള കൺഫ്യൂഷൻ കിട്ടാം. അത് നോർമലി നമ്മൾ ഈ എൻഡിൽ എന്താണ് ഇതിൻ്റെ ഔട്ടർ ലൈനിലാണ് വരയ്ക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോസിൻ്റെ ലൈനിലോട്ട് സ്മജ് ചെയ്തിട്ട് ഡാർക്ക്നെസ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതിപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ ബ്രഷ് വെച്ചത് ചെറുതായിട്ടൊന്ന് ഡോട്ട് മൂക്കിൻ്റെ 2 സൈഡിൽ കൈ മറയാണ്, സൈഡിലോട്ട് വെച്ചാൽ കാണാമല്ലോ. കാണാം. ഇതിൽ ഞാൻ ആദ്യം കളർ കൊടുത്ത് ഇപ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഈ ഒരു സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ. അത് മൂക്കിന്റെ ഉള്ളിലാണോ മൂക്കിന്റെ ഔട്ടറിലാണോ ചെയ്യുന്നത്? ഔട്ടർ നമ്മൾ നേരത്തെ ലൈറ്റ് വിട്ട ഭാഗങ്ങളിലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ എവിടെയാണോ ഡാർക്കായിട്ട് നിന്ന് ആ ഒരു ഭാഗങ്ങളിൽ തന്നെയാണ് സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിൽ പിന്നെ വെള്ളം ചേർത്ത് വളരെ ഒരു സ്മജിങ് മാത്രമേ ഈ ലൈറ്റിലോട്ട് കയറത്തുള്ളൂ. ഡാർക്ക് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അതിനകത്ത് ചെയ്യുമ്പോൾ ഈ ലൈറ്റും ഡാർക്കും എവിടെയാണ് സ്മജ് ചെയ്യുന്നത്, സ്കിൻ എവിടെയാണ് ഈ ഡാർക്ക് ലൈറ്റിലോട്ട് പോയെന്ന് നമുക്ക് അറിയാൻ പറ്റരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ വെള്ളം ചേർത്ത് അതിനെ എന്ത് ചെയ്യണം, ഒന്ന് ലയിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫേസിലെ കൃത്യതയോടുകൂടി നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം ഒരു സ്കിൻ ടോണാണ് ഈ ഒരു ഫേസിന് ചെയ്യുന്നത്, ഒരു പ്യൂർ വൈറ്റ് അല്ല. അപ്പോൾ അത് നമ്മൾ മൂന്നാമത്തെ കോട്ട് ആകുമ്പോഴായിരിക്കും നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ കോട്ട് കൊണ്ട് നമ്മൾ ഡോട്ടിട്ട് വരുമ്പോഴാണ് ഇതിനകത്തൊരു സ്കിൻ കളർ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കോട്ട് നമ്മൾ ആ ഒരു ഭാഗത്തിൽ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ.
നാളെ നമ്മൾ മിക്കവാറും ഫീസൊക്കെ ബ്ലാക്ക് എഴുതേണ്ടി വരും. ഞാൻ ബ്ലാക്ക് തുടങ്ങി വെച്ചിട്ടാണ് നിർത്തുന്നത് ക്ലാസ്. അപ്പം കഴിയുന്നതും ഡേ ടൈമിൽ ചെയ്യുക. അടുത്ത ആഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ക്ലാസ്സുകളങ്ങ് ലാഗായിപ്പോവും, നമുക്ക് എന്തെങ്കിലും ചില. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ കഴിയുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചെയ്യുക. എനിക്ക് ഈസ്റ്ററിന് ഇതൊരു പോസ്റ്റ് എനിക്ക് നിങ്ങൾ തരാവുന്ന ഒരു സ്നേഹമെന്ന് പറയുന്നത് എൻ്റെ എല്ലാ സ്റ്റുഡൻസും ചെയ്തു എന്ന് പറയുമ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കുറച്ച് ഡാർക്കാക്കിയത് ഒരു പോസ്റ്ററൊക്കെ ഇടുമ്പോഴും ആഡൊക്കെ ഇടുമ്പം നമ്മൾ കോഴ്സിനകത്ത് ഉണ്ടായിരുന്ന 10 പേര് 5 പേര് അല്ലെങ്കിൽ അവരത്രയും അതിലൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ താടിയില് 2 ലൈൻ കാണുന്നില്ല, മേലെ ഒരു ഡാർക്ക് താഴെ ഒരു ഡാർക്ക്, താഴത്തെ നെക്കാണോ? ഫേസ് താടിയുടേത്, താടിയും മൂക്കും നമ്മൾ മീശയും വലുതായിട്ട് ചെയ്തതിന് കാരണം നമ്മൾ ഹെയർ പോലെ തന്നെ ഡാർക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ ഫേസിലെ ഷെയ്ഡില്ലേ പിന്നീട് അതിൻ്റെ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നനവ് തട്ടുകയാണെങ്കിൽ ആ കളർ ഇളകി വരാൻ സാധ്യതയുണ്ട്, ഡാർക്ക് കേട്ടോ. അപ്പോൾ ഫേസിൽ ഡാർക്ക്നെസ് വരും. അപ്പോൾ ഫേസ് അത്രയും ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് തട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ സ്കിന്നിൻ്റെ ഇടയ്ക്ക് തോന്നുന്ന കളറുകളെല്ലാം ക്ലിയർ ആയിട്ട് സ്കിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 3 കോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് അതല്ല മാം. ഇപ്പൊ താടി മാം ഒരു 2 ലെയർ ആയിട്ട് കാണിച്ചേക്കല്ലേ, ഇടയിൽ ഗ്യാപ്പ് വിട്ടിട്ട്. ഇത് ലൈറ്റ് കാണിക്കാൻ വേണ്ടി. പിന്നെ ഡാർക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും, മനസ്സിലായോ? ഇവിടെ നമ്മൾ താടി തന്നെയാണ്, സ്കിന്നല്ല, താടി തന്നെയാണ്. അത് നമ്മൾ ഇപ്പോഴും കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡാർക്ക്നെസ് കൊണ്ടാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്കിൻ അത്രയും ക്ലിയർ ആക്കിയിട്ട് നമുക്കത് ചെയ്യാം. മാമിന്റെ ഫോട്ടോയിൽ ഇപ്പൊ അത് യെല്ലോ ആയിട്ടാണോ നിൽക്കുന്നത് അവിടെ? യെല്ലോ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തുണ്ട്, ബാക്കി എല്ലാവരും ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഏതൊരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അക്രിലിക് അല്ല, നോർമലി പെയിൻറ്റിങ് ചെയ്ത് വാട്ടർ ബേസ്ഡ് ആയിട്ട് കളർ അപ്ലൈ ചെയ്യുന്ന വാട്ടർ കളറിങ് അങ്ങനെയൊക്കെയുള്ള ചെയ്യുമ്പോൾ ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഡാർക്ക് ടോൺ കളേഴ്സുകൾ നമ്മളെപ്പോഴും ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാട്ടർ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് എവിടെയെങ്കിലും ലൈറ്റ് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ കളറൂടെ കയറും. പിന്നെ നമുക്കത് ശരിയാക്കി ഫേസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് ഇവിടെ കുറച്ച് വൈറ്റ് ഇടണമായിരുന്നു ചെയ്യാത്തത് കേട്ടോ. പിന്നെ നമ്മൾ തലമുടി 2 പ്രാവശ്യമായി, 3ാമത്തെ പ്രാവശ്യം കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ അത് ക്ലിയറായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒരു ഫിഗറും നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ റൈസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിക്ചർ. കാലിനും അതേ ഷെയ്ഡ് ചെയ്തോളേ. മറ്റേ പില്ലറും ഇതേമാതിരി തന്നെ അങ്ങ് ചെയ്തേക്കാമോ? അതിന് ഒരു സൈഡ് ഡാർക്ക് ഒരു സൈഡ് ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കൊടുത്താലും കുഴപ്പമില്ല മാം. ഡാർക്ക് ആയിട്ട് കൊടുത്താലും അത് കുറച്ച് 3D എഫക്റ്റിലോട്ടുണ്ട്. അല്ല നമ്മൾ ഒരേ കളർ കൊടുത്താലും പ്രശ്നമില്ല. ഇനി ചെറിയൊരു ഓറഞ്ച് അടിക്കുകയാണ്. ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ച് കളർ കേട്ടോ. നമുക്ക് ആ ഡ്രസ്സിന് കാലിലിടുന്ന അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ക്രൈസ്റ്റിൻ്റെ ഫേസ് 2 കോട്ട് കഴിഞ്ഞു.
ഓറഞ്ചാണ് നല്ല ഇതിൽ ചെറിയൊരു ഷെയ്ഡ് പോലെ കേട്ടോ. ചെറിയൊരു ഇടയ്ക്ക് ഓറഞ്ച് വെച്ച് ചെറിയൊരു ഔട്ടറും കൊടുത്തിട്ട് ചെറിയൊരു ഓറഞ്ച് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഗ്ലാസ്സിൽ നമ്മൾ ചെറിയൊരു മഞ്ഞ കളർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഓറഞ്ച് ആക്കിയാണ് കേട്ടോ. നടുക്ക് നമ്മൾ ആ ഒരു 2 കളർ കൂടെ മിക്സ് ചെയ്യുന്ന ഒരു കളറാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓറഞ്ച് വെച്ച സൈഡിൽ കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഒരു ഒരു ഗ്ലേസിങ് അതിനകത്ത് തോന്നും കേട്ടോ. നമ്മളിങ്ങനെ ചെറിയൊരു വൈറ്റും ഒക്കെ കൂടെ ചേർന്ന കളറുകളുണ്ട്. അപ്പൊ ഇരിക്കുന്ന പാത്രത്തിനൊക്കെ ബോർഡർ ലൈൻ മാതിരി അത് മാം ഇത് നോക്കേ മാം ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഒരു മിനിറ്റ്. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് നടുക്കൊരു യെല്ലോ അങ്ങ് ഇട്ടിട്ട് ഓറഞ്ച് വെച്ച് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുമ്പോൾ അതൊരു ഗോൾഡൻ എന്താണ് പാത്രത്തിൻ്റെ ഒരു ഭംഗി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കളറിങ് കൊടുത്തത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു റെഡ് വാഷ് ചെയ്തിട്ടാണ് യെല്ലോ കൊടുത്തത്. ഇപ്പം തന്നെ അല്ല, ഈ ഒരു പാത്രത്തിൽ നമ്മൾ അടിച്ചത് ഫുള്ള് എന്താണ് ആദ്യം നമ്മളിത് ഇവിടെ ഈ ഒരു മാറ്റിൻ്റെ കളറിന് സ്കാർലറ്റ് റെഡ് തന്നെ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടറിൽ ക്രോമല്ലോ അപ്ലൈ ചെയ്തിരുന്നു. ക്രോമല്ലോ അപ്ലൈ ചെയ്ത് ഇപ്പം നമ്മൾ ഓറഞ്ച് വെച്ചുള്ള ഒരു ചെറിയ ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നടുക്കാണ് കൊടുത്തത്. ചില ഭാഗങ്ങളിൽ യെല്ലോ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഷെയ്ഡാണ് കൊടുത്തത് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെന്നുണ്ട്. ഇത് നമ്മൾ സെക്കൻഡ് കോട്ടാണ്. ഇത് ലാസ്റ്റ് അടുത്ത കോട്ടിൽ നമ്മളിതൊരു എന്താണ് ഒരു ഗ്ലേസിങ് ഉള്ളൊരു പാത്രം പോലെ ഒരു ഫീൽ ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മൾ തലമുടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒബ്ജക്ട്സുകളിൽ ഗ്ലേസിങ് തോന്നിക്കഴിഞ്ഞാൽ അത് കാണുമ്പം പിക്ചറിനൊരു എന്താണ് ഒറിജിനാലിറ്റി തോന്നിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്നിക്സിലാണ് ഈ ഒരു ബൗളും ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. ഇനി ഇതിനകത്തൊക്കെ ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറും ക്രോമെല്ലയും കൂടി ചെയ്ത ഡാർക്ക് കളറാണ്. ഡാർക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തില്ല. യെല്ലോ ഓക്കർ ഒരു ഡ്രോപ്പ് എടുത്തപ്പോൾ ഒരു ഡ്രോപ്പ് ക്രോമെല്ലോടെ മിക്സ് ചെയ്തിട്ടുള്ള ആ കളറാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് മ്യൂറൽ റെഡ് വെച്ച് ഔട്ട്ലൈൻ കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും ഡിസൈൻ ചെയ്തിട്ടില്ല, ക്ലാസ്സിൽ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബൗൾസുകളിൽ ബാക്കി വരുന്ന ഇതിലൊക്കെ ഒന്ന് ചെയ്ത് കേട്ടോ. നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭാഗങ്ങളിലും നമ്മളിവിടെ അപ്പത്തിന് യെല്ലോ ഓക്കർ മാത്രം ലൈറ്റാക്കി വെച്ചിട്ട് ഇവിടെ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. യെല്ലോ ഓക്കറും വൈറ്റാണ് യെല്ലോ ഓക്കർ മാത്രമേ ലൈറ്റായിട്ട് അപ്പത്തിന് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ സ്കാർലറ്റ് റെഡ് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുക. നമുക്ക് ഒറ്റ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സമയമുണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്കാർലറ്റ് റെഡ് ഒരു മിനിറ്റ്. ആ വൈൻ പാത്രത്തിന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി എന്തോ കൊടുത്തേ? ഏത് ഈ പാത്രത്തിലോ? അതെ. ഇതിനകത്ത് നമ്മൾ ചെയ്തത് ഇവിടെ ഒരു സ്കാർലറ്റ് റെഡ്, കാരണം മാറ്റിൻ്റെ ഒരു കളറിങ്ങും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കളറും കൂടെ ചേർത്തിട്ട് ഒരു സ്കാർലറ്റ് റെഡ് ലൈറ്റായിട്ട് അതിൽ വാഷ് ചെയ്തു. മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും ക്രോമെല്ലോ കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ആകെ ചെയ്തത് അതിനകത്ത് ഓറഞ്ച് വെച്ച് ഔട്ടർ കൊടുത്ത് ഇവിടെ 2 സൈഡും നടുക്കുമായിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 കോട്ടേ ആയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് ക്രോമെല്ലോ ആണോ കൊടുത്തത് ലെമണല്ലോ ആണോ കൊടുത്തത്? ലെമണല്ലോ ആണോ? ലെമണല്ലോ ആണ് കേട്ടോ. ലെമണല്ലോ സോറി കേട്ടോ, ലെമണല്ലോ. നമ്മൾ ഈ ദീപത്തിനൊക്കെ കൊടുത്ത കളർ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. കുറച്ച് ഗ്ലേസിങ് വരാനായിട്ട് ലെമണല്ലോ ആണേ.
നമ്മൾ ഈ വെളിച്ചം കൊടുത്തിരിക്കുന്ന മെഴുകുതിരിയുടെ എൻഡെല്ലാം നമ്മൾ ലെമണല്ലോ എടുത്ത് ഈ ഒരു കയ്യിലും ലെമണല്ലോ കേട്ടോ. ഈ ഒരു ബൗളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഇതാക്കണം ഇപ്പം ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്കൻഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഞാൻ ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ സ്കാർലറ്റ് റെഡ് അപ്ലൈ ചെയ്യണം. നമുക്കിത് ഇപ്പോൾ ഈ ചെയ്തതുപോലെ 2 or 3 കോട്ടൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലപോലെ ഡാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മാറ്റ് ഭയങ്കര ഡാർക്കിലോട്ട് ഞാൻ പോകാത്തത്. മാറ്റ് ഒറ്റ കോട്ടിലങ്ങ് നിർത്തിയത്. നമുക്കത് സമയമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2 or 3 കോട്ടൊക്കെ ചെയ്ത് മാറ്റിനെ നമുക്ക് ടേബിൾ ഷീറ്റിനെ നല്ല കുറച്ച് ഡാർക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ഇരിക്കുന്ന ഭാഗങ്ങൾ കേട്ടോ, ഈ ഒരു ഭാഗത്ത് സ്കാർലറ്റ് റെഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോൾ നമ്മൾ എന്തൊരു ഭാഗം ഗ്ലോസി ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം കുറച്ച് എടുത്ത് കാണിക്കും കേട്ടോ. അവിടെ ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു എടുപ്പിന് അത്രയും അട്രാക്ഷൻ വരത്തില്ല ആ ബൗളൊന്നും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ കുറച്ചൊന്ന് ടേബിൾ ഷീറ്റിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ മുകൾ ഭാഗം അത്രയും ചെറുതായിട്ട് ഈ ഒരു ഇരിക്കുന്നവരുടെ ഷെയ്ഡ് വരുന്നത്. ഇവിടെ താഴോട്ടല്ല, മുകൾ ഭാഗം കുറച്ചുകൂടെ ഒന്ന് സെക്കൻഡ് കോട്ട് കൊണ്ട് ചെറിയൊരു രീതിയിൽ ഡാർക്ക് ചെയ്യേണ്ട. ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്യേണ്ട, കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ടേബിളില് ഫ്രൂട്ട്സ് ഇരിക്കുന്ന കൂടയ്ക്ക് തന്നെ സ്കാർലറ്റ് റെഡ് കൊണ്ടാണ് ലൈൻ ഇട്ടാക്കണേ. അല്ല, ഇത് നമ്മൾ മ്യൂറൽ റെഡ് ആണ് കേട്ടോ. 2 ഡ്രോപ്പ് സ്കാർലറ്റ് 1 ഡ്രോപ്പ് ബേൺസീനെ വരുന്ന കളർ. ഓക്കെ. ഈ രീതിയിലാണ് ഡാർക്ക് ചെയ്യേ. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ഒരു മിനിറ്റ്, ഈ ഒരു ഫിഗറിൻ്റെ കയ്യിലിരിക്കുന്ന ഞാൻ കയറുന്നത് ഓക്കെ. ഈ ഒരു ഫിഗറിൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മൾ ഓറഞ്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫിഗറിൽ ആദ്യം രണ്ട് ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ഡാർക്ക് ചെയ്തെടുത്തു. ഔട്ടർ കാണാമല്ലോ, കാണാൻ പറ്റില്ല മാം. ഇപ്പോഴോ? ഓക്കെ. ആദ്യം നമ്മൾ ഈ ഒരു ആ ഭാഗമാണ് ചെയ്ത്, പിന്നെ ഇങ്ങനെ ഒരു ഔട്ടർ ഉണ്ടോ. ഈ ഭാഗം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വേർട്ടിക്കലായിട്ടാണ് ഷെയ്ഡ് എപ്പോഴും നമ്മൾ ഗോൾഡ് എന്താണ് ഇതിൻ്റെ മാറ്റിൻ്റെ കരയ്ക്ക് കൊടുത്തപ്പോഴും ഫ്ലാറ്റ് അല്ല കൊടുത്ത്, ഇങ്ങനെ താഴോട്ടാണ് കൊടുത്തത് കേട്ടോ. ആ ഒരു ഷെയ്ഡിന് പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഗോൾഡ് പോലെയൊക്കെ തോന്നുന്നതിന് ഷെയ്ഡ് എപ്പോഴും താഴോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻസ്.
ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. ദീപത്തിൻ്റെയും നടുക്കായിട്ട് കേട്ടോ ഓറഞ്ചാണ്. ശകലം വെള്ളം ചേർത്ത് വേണമെങ്കിൽ ലെമണല്ലോയാണ് നമ്മൾ ദീപത്തിനൊക്കെ കൊടുത്തത് കേട്ടോ. ഇനി ഒരു ഫിഗറിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് കൊടുക്കാമേ. ഇത് ഓറഞ്ചാണ് കേട്ടോ, ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അവിടെ ഒരു വൈറ്റ് ആയിട്ട് കിടന്നാൽ ചിലപ്പോൾ അത് ബ്ലാക്ക് ചെയ്യുമ്പോൾ ഒരു വൃത്തിയുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ മ്യൂറൽ ബ്രെഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓറഞ്ച് ഉപയോഗിച്ചിട്ട് ആയാലും കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ യെല്ലോ ഓക്കറും ക്രോമെല്ലാം കൂടെ മിക്സ് ചെയ്ത കളറാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. യെല്ലോ ഓക്കറും ക്രോമെല്ലാം കൂടി മിക്സ് ചെയ്ത കളറാണ്. നമ്മൾ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓറഞ്ചസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കോട്ട് നമ്മൾ ഡാർക്ക് ചെയ്യുമ്പോൾ രസമായിരിക്കും കേട്ടോ. ഇവിടെ മ്യൂറൽ റെഡ് വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ കൊടുത്ത് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് കോട്ട് ഏകദേശം ഡ്രസ്സുകളിലൊക്കെ അല്ല ഇതിലൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് കോട്ടിലോട്ട് പോവാം. ഇനി നമുക്ക് ക്രൈസ്റ്റിൻ്റെ തേർഡ് കോട്ടാണ് കേട്ടോ. ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. തേർഡ് കോട്ടാണ്. സൈഡ് എടുക്കാം. ക്യാൻവാസ് ഒന്ന് റെഡി ആയിട്ട് ക്രൈസ്റ്റിൻ്റെ ഫേസ് കാണുന്നുണ്ടല്ലോ. കുറച്ച് നീക്കണം, അതാ എഡ്ജിലായിട്ടാ കാണാം. ഇപ്പോഴോ? ഇപ്പൊ കാണാം. നമ്മൾ ഇപ്പം സെക്കൻഡ് കോട്ട് വരെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഭയങ്കര ഡാർക്കാണോ? അല്ലല്ലോ, നല്ല ലൈറ്റായിട്ടല്ലേ തോന്നുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ വെള്ളം ചേർത്താണ്. ആ സെയിം കളർ തന്നെയാണ് നമ്മൾ തേർഡ് കോട്ടിലോട്ട് കൊടുക്കുന്നത്. തേർഡ് കോട്ടിലോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ബ്രഷിൽ വെള്ളം ബ്രഷ് എന്നിട്ട് കളറുകൾ എടുത്തുകൊണ്ടിടാം. സ്കാർലറ്റ് റെഡും എന്താണ് യെല്ലോ ഓക്കർ കൂടെ മിക്സ് ചെയ്യുന്ന കളറാണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൂന്നാമത്തെ കോട്ടിന് വേണ്ടിയിട്ട് ഔട്ടർ ഇവിടെ ഇട്ട് കണ്ടോ. ഔട്ടർ ഇട്ട് എന്നിട്ട് ബ്രഷ് നല്ലപോലെ ഡ്രൈ ആക്കി അതിൽ നിന്ന് തന്നെ ഡോട്ട് കൊടുക്കുകയാണ്. വെള്ളം നനച്ചില്ല, അതിൽ നിന്ന് തന്നെ ഡോട്ട് ഇറക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഡോട്ട് എടുക്കുന്നു. ഇനി അടുത്ത ബ്രഷ് വെള്ളത്തിൽ മുക്കി വീണ്ടും ഡോട്ടിലോട്ട് താഴോട്ട് പോകണം. അല്ലെങ്കിൽ അവിടെ നനഞ്ഞു പോകും. നല്ലതായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല, ലയിച്ചു പോകും കേട്ടോ. ഡോട്ട് ലയിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ
2 കോട്ട് അവിടെ വന്ന് സ്മജ് ചെയ്തെടുത്തത് ഡോട്ട് കുത്തിയിട്ടുണ്ട്, പക്ഷെ അത് വലുതായിട്ട് അറിയാൻ പറ്റില്ല. 3ാമത്തെ ലെവലിലാണ് നമ്മളെപ്പോഴും ഡോട്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാണിക്കണ്ട. ഈ കളർ മിക്സ് ചെയ്തപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടോ? നമ്മൾ നേരത്തെ ചേർത്ത്, ഞാൻ പറഞ്ഞില്ലേ 2 ഡ്രോപ്പ് കളറിന് 6 ഡ്രോപ്പ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതേ കളർ തന്നെ, സെയിം കളർ, നേരത്തെ മിക്സ് ചെയ്ത സെയിം കളർ കേട്ടോ. നല്ലപോലെ വെള്ളമുള്ള കളറാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തിട്ട് നമ്മൾ ആദ്യം അത് വെച്ച് തന്നെ ഡോട്ട് ഇടുകയാണ്, വെള്ളം നനയ്ക്കുന്നില്ല, ആ കളർ വെച്ച് തന്നെ ഡോട്ട് ഇടുന്നു. പിന്നെ രണ്ടാമത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നമ്മളതെന്ത് ചെയ്യും, തുടച്ചിട്ട് കേട്ടോ, ബ്രഷ് വെള്ളത്തിൽ മുക്കി ആ കളറിൻ്റെ ഡാർക്ക്നെസ് ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടി തുടച്ചിട്ട് ഡോട്ട് എടുക്കുന്നു കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഇതിവിടെ നിന്ന് ഡോട്ട് കൊടുക്കുകയാണ്. വളരെ ചെറിയ ഡോട്ടാണ് കൊടുക്കുന്നത്. ഇനി ബ്രഷ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് തുടച്ച് കേട്ടോ, തുടച്ചിട്ടാണ് വീണ്ടും ഇതിലോട്ട് ഡോട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഏരിയയും വൈറ്റായിട്ട് വിടുന്നില്ല, പക്ഷെ നമ്മൾ ആ ഒരു കളറിനെ നല്ലതായിട്ട് ഇങ്ങനെ സ്മജ് ചെയ്ത് ലൈറ്റ് ചെയ്ത് തോന്നണം. അപ്പോൾ നമുക്ക് അതിനകത്ത് നല്ലതായിട്ട് ഡോട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, അതേസമയം കളർ ഭയങ്കര ലൈറ്റായിട്ട് വരികയും ചെയ്യും. കണ്ടോ, ഒരു കവളിൽ എവിടെയെങ്കിലും ഇച്ചിരി ഡാർക്കായി പോകണമെങ്കിൽ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കാതെ ഡാർക്കായി പോയി. അപ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കി ഉടനെ തന്നെ രണ്ടെന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഡോട്ട് ലൈറ്റ് ആയിക്കോളും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈറ്റ് ചേർത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു എൻഡാണ് ചെയ്യുന്നത് കണ്ടോ, ഈ താടിയായിട്ടുള്ള ഈ ഭാഗമാണ് ഇപ്പം ചെയ്യുന്നത് കണ്ടോ. ഈ ഭാഗത്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഡോട്ട് കൊടുത്തു. ഫസ്റ്റ് ആ കളർ വെച്ച് ചെറിയ ഡോട്ട് അവിടെ വന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ബ്രഷ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ആ കളറിനെ നമ്മൾ നല്ലതായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ്. ഇതേ ടെക്നിക്ക് തന്നെ നമ്മൾ കണ്ണിൻ്റെ ഇവിടെ കേട്ടോ, കണ്ണിൻ്റെ ഇവിടെ വന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഉണ്ട്. ചതിച്ചേക്കല്ലേ. മോൾ ഇത് കഴിയുമ്പോൾ അവൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പോയി കിടക്കുക. രാവിലെ ക്ലാസ്സസിൻ്റെ ഇതിൽ വിട്ടാണ്, പിന്നെ വൈകിപ്പോയി കേട്ടോ. എനിക്കത് യൂട്യൂബിലാക്കി ഇടാൻ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരില്ല, മേരിക്കുട്ടി ചേച്ചിയൊന്നും ഇല്ല ക്ലാസ്സിൽ. ആരെങ്കിലുമൊക്കെ ട്രിവാൻഡ്രത്തോട്ട് വരുന്നുണ്ടെങ്കിൽ പിക്ചറൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിലേ, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇതിനകത്ത് കുറച്ച് കുട്ടികളുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരാണ്. അവർ എനിക്ക് തോന്നുന്നു ഇന്നും ഒരു പരീക്ഷ കഴിഞ്ഞ്, ഇനി ഒരു പരീക്ഷയുടെയൊക്കെ
ആശിഷ് ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഈശാന ഇല്ലെന്ന് തോന്നുന്നു. നോറയുടെ എക്സാം ഒക്കെ കഴിഞ്ഞ നോറ? ആ, നോറ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോളി മാമിൻ്റെ ഡോട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ആ ഫേസ് ചെയ്തപ്പോൾ. പണ്ടത്തെ ഞാൻ ആദ്യത്തെ ഒരു പിക്ചറൊക്കെ ആലോചിക്കുകയായിരുന്നു. പാർവതി ചമയാണെന്ന് തോന്നുന്നല്ലേ മാം ആദ്യത്തെ ക്യാൻവാസ് മ്യൂറല്ലേ? എന്നെയാണോ പറഞ്ഞത്? ഇല്ല, ഡോളി മാം, ഡോളി. പാർവതി ചമയം അത് കഴിഞ്ഞ എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അസുഖം വന്നു. പിന്നെ ചെയ്തി അത് ആദ്യമായിട്ട് ചെയ്യുന്ന. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഔട്ടറൊക്കെ വരച്ചിട്ടിട്ട് അത് വെച്ച് എന്ത് ഡിഫറൻസ് ആണെന്ന് അറിയാമോ ഇപ്പോഴത്തെ ഒരു പിക്ചറിൽ. ഇപ്പോഴും ഓക്കെ അല്ലേ മാം ഹെൽത്ത്? ആ, ഫോളോ അപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റൂല അല്ലേ? ആ, ഇമ്മ്യൂണിറ്റി കുറവാ ഇപ്പോഴും. അതുകൊണ്ട് വഴിയെ പോകുന്ന അസുഖം എല്ലാം കയറി പിടിക്കും. എങ്ങും പോകാറില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മൾ മാം ഹാപ്പിയസ്റ്റ്, നമ്മൾ ബൈബിളിൽ പറയുന്നത് ചിയർഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ എന്നാണ്. സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അതെ അതെ. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ പകുതിയിലേറെ നമ്മുടെ അസുഖങ്ങൾ മാറിക്കും. നമ്മളെല്ലാം ഒന്നും പറ്റില്ല, വയ്യ, നെഗറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ ഫുള്ളി നമ്മൾ ഡൗൺ ആയി പോകും കേട്ടോ. നമ്മളുടെ ഇതിൽ നെഗറ്റീവ്സ് കൊണ്ടിരിക്കും. അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അസുഖമുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും നമ്മളെയൊക്കെ കൊണ്ടിട്ട് പരിശോധിച്ച് കഴിഞ്ഞ് 100 കാണും. നമ്മൾക്ക് നോക്കാൻ നടക്കുന്നത്, പേടിച്ചിട്ട് നോക്കാതെ നടക്കുന്നതാണ്. അതെ അതെ, ഇപ്പം കോമൺ ആണ്, എല്ലായിടും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഓക്കെ. നമ്മൾ കയ്യിലും കാലിലും ഒക്കെ ഇതുപോലെ ഡോട്ടിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഹെയറൊക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഫേസും ഒക്കെ ബ്ലാക്ക് എഴുതാം, ഡ്രസ്സുകളിലൊക്കെ ബ്ലാക്ക് എഴുതണം. ബ്ലാക്ക് എഴുതാനായിട്ടൊന്നും കാരണം ബാക്കി ഈ ഒരു പാർട്ടുകളിലൊക്കെ നിങ്ങൾ ബ്ലാക്ക് എഴുതാൻ പറ്റുന്നവർ എഴുതുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ കേട്ടോ. ഫേസിൻ്റെ അടുത്ത ക്രൈസ്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ. ഫേസുകൾ നാളെ മാക്സിമം എല്ലാവരുടെയും മുഖം ബ്ലാക്ക് എഴുത്താണ് എൻ്റെ പ്രധാന ജോലി കേട്ടോ. അതിന് മുമ്പേ നമ്മൾ ഡ്രസ്സുകളൊക്കെ എഴുതും. ഡ്രസ്സിൽ നമുക്ക് ഈ ഒരു ഔട്ടർ ലൈൻസ് എല്ലാം ബ്ലാക്ക് വേണം. ബ്ലാക്ക് എഴുതാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലത് അക്രിലിക്കും ഫാബ്രിക്കും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അക്രിലിക്കും ഫാബ്രിക് മീൻസ് എന്ന് വെച്ചാൽ ബോട്ടിൽ കളറും ട്യൂബ് കളറും കൂടെ ചേർത്ത് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ബോട്ടിൽ മാത്രമായാലും മതി. മറ്റേത് ഭയങ്കര തിക്കാണ്, പെട്ടെന്ന് ബ്രഷ് ഡ്രൈ ആവും, നമുക്ക് തിന്നായിട്ട് കളർ വരത്തില്ല. പിന്നെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൈറ്റനായിട്ട് നമ്മളൊരു വര ഇട്ടതുപോലൊരു ഒരു ഫ്ലൂറസൻ്റ് എഫക്റ്റ് തൊട്ട് ബ്ലാക്ക് ഡയറക്റ്റ് ചെയ്താൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ കളർ മാത്രം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിപ്പം ഇതിൽ രണ്ടും കൂടെ കുറച്ച് മിക്സ് ബ്ലാക്ക് രണ്ടും കൂടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് കുറേയൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം, എല്ലായിടവും ഒന്ന് ഒതുക്കിയിട്ട് വേണം നിങ്ങൾ കളർ ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് ക്ലാസ് വെച്ച് വലിച്ച് നീട്ടുന്നില്ല എന്ന് വെച്ചിട്ടാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. കണ്ടോ, ഒരു വലിയ ബ്രഷ് കൊണ്ട് നല്ലപോലെ ഏത് കളറായാലും ബ്ലാക്കൊക്കെ എഴുതുമ്പോൾ നല്ലപോലെ അതൊന്ന് മെൽറ്റ് ചെയ്ത്, ബ്ലാക്കൊക്കെ ഒരിക്കലും ചെറിയ ഡിഷിലൊന്നും വെച്ച് ചെയ്യരുത്.
നല്ലപോലെ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വേണം ചെയ്യാൻ. നല്ലപോലെ കളർ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബ്രഷിൽ തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പം ലൈൻസ് തിന്നല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പടത്തിൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് എഴുതുമ്പോൾ എപ്പോഴും ലൈന്, പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുവാണ് പേന യൂസ് ചെയ്യാൻ കേട്ടോ, പേന. പക്ഷേ എനിക്ക് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ മ്യൂറലിന് 0.8 എന്നൊക്കെ പറയുന്ന പേനയൊക്കെ വച്ച് തരും. പക്ഷേ ഇങ്കിൻ്റെ പുറത്ത്, ഈ ക്യാൻവാസിൻ്റെ പുറത്ത് വരയ്ക്കുമ്പം ചിലത് തെളിയാതെയാവും. നമ്മളിപ്പം മറ്റേ CD മാർക്കറൊക്കെ അല്ലേ, CD മാർക്കറിന് ഗ്ലോസി എഫക്റ്റ് ഉണ്ട്. ബാക്കി പേനയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഹൈടെക് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ക് മേടിച്ചിട്ട് ഒഴിക്കുന്നൊരു പേനയുണ്ട്. ഇതിപ്പോൾ അധികം മാർക്കറ്റിൽ കിട്ടുന്നില്ല. പല ഈ മ്യൂറൽ പഠിക്കുന്ന സ്റ്റുഡൻസും അതാണ് യൂസ് ചെയ്യണമെന്ന് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചേർത്തിട്ടാണ് ചെയ്തത്. ഇങ്കിൻ്റെ തിക്നെസ്സേ ഉള്ളൂ കേട്ടോ. കളർ എടുത്തിട്ട് നമ്മൾ കളർ സാധാരണ ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഇങ്ങനെ മുക്കണ്ട കേട്ടോ. അത് തെറ്റാണ്. കളറിൻ്റെ ടിപ്പ് മാത്രമാണ് മുക്കിയിട്ടുള്ളത്. നല്ലപോലെ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നമ്മളൊന്ന് വരച്ച് നോക്കുക തിക്നെസ്. ഇതിൽ വരയ്ക്കുമ്പോൾ വളരെ കട്ടി കുറഞ്ഞാണോ ലൈൻസ് ഒരിക്കലും നമ്മൾ ബ്രഷിൻ്റെ ഫുൾ ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ബ്രഷിൻ്റെ ബ്രിസിൽസ് ഫുള്ളാകരുത്. ടിപ്പ് ടച്ച് ചെയ്തു ഒന്നാക്കിയുണ്ടോ. എന്നിട്ട് ടിപ്പ് മാത്രമാണ് നമുക്കിതിൽ വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ വരച്ചൊരു എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് നമുക്ക് വളരെ തിന്നായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ബ്രഷിൻ്റെ ബ്രിസിൽസിനെ നമ്മൾ ഒതുക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ബ്രഷ് ഒന്ന് പേപ്പറിലൊക്കെ ഒന്ന് വരച്ച് ക്ലിയർ ആക്കി ലൈൻസ് ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മളിതിലോട്ട് വരയ്ക്കുക കേട്ടോ. പെന്നിന്റെ സൈസ് ഒന്ന് പറഞ്ഞ്, ബ്ലാക്ക് പെൻ വാങ്ങിക്കാൻ 0.8 ആണ് പേന ഉള്ളത്. അത് മ്യൂറൽ വരയ്ക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഹൈടെക് ഇങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വളരെ തിന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് അന്വേഷിക്കും. ഇപ്പം പക്ഷേ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ മ്യൂറൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ കുട്ടികളൊക്കെ വന്ന് പർച്ചേസിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മളിതേ ഡ്രസ്സാണ് തലമുടി ചെയ്യേണ്ടത്. തലമുടി നമുക്ക് വളരെ കട്ടി കുറച്ചാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത്. ഇതിലെ ഈ വരയുടെയൊക്കെ എൻഡ് കണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും ഒരു ഔട്ടർ കൊടുക്കണം കേട്ടോ ഡ്രസ്സുകളിൽ. ഈ രീതിയിൽ നമ്മൾ ഫുള്ളി ഔട്ടർ വരയ്ക്കും കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഡ്രസ്സുകൾ, പിന്നെ നമ്മൾ ടേബിളിൽ ഇവിടെ മ്യൂറലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കോട്ട് ഞാൻ അടുത്ത ദിവസം കാണിക്കാൻ കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ഫില്ലല്ലാത്ത ഭാഗങ്ങൾ ബ്ലാക്ക് എഴുതേണ്ട. ബാക്കി ഡ്രസ്സുകൾ, താഴെ ടേബിള്, പോട്ടിൻ്റെ ഔട്ടർ. പോട്ടിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഔട്ടർ മാത്രം ചെയ്ത്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മ്യൂറലുണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഔട്ടർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഔട്ടറിൽ മാത്രം തന്നെ ചെയ്യും. പോട്ടിന്റെ ഔട്ടർ മാത്രമാണ് ചെയ്യുന്നത്, ബ്ലാക്ക് കേട്ടോ. ബാക്കി അകത്തുള്ള ഭാഗങ്ങളൊന്നും ചെയ്യുന്നില്ലേ. ഇപ്പൊ ഇവിടെ ഒരു ചെറിയ കൈ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ഔട്ടറാണ് ഫുള്ളി ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സുകളിൽ എല്ലായിടവും വരും കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കംപ്ലീറ്റ് ആണ്, ഫില്ലാണെന്ന് തോന്നി ചെയ്യുക. ഫില്ലാത്ത ഞാൻ ബ്ലാക്ക് എഴുതുമ്പോൾ എനിക്കറിയാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളാണ് ഫില്ലല്ലാത്ത.
അതെല്ലാം നാളെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മുഖം എഴുത്താണ് കേട്ടോ. മാക്സിമം ഫില്ല് ചെയ്തത് ഞാൻ ഫില്ല് ചെയ്തിട്ട് വോയിസ് എങ്ങാനും ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് പോലുള്ളതെല്ലാം എഴുതുക. ബാക്കിലെ ഗ്ലാസ്സുകൾ, മറ്റേ ഈ ഇലയുടെയൊക്കെ ആണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും ഇല പോലെ ഇവിടെ ഇതുപോലെ ആരെങ്കിലും വരച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഫ്രൂട്ട്സ് വരച്ചിട്ടില്ല. ഫ്രൂട്ട്സ് വരച്ചിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ചെയ്തു തുടങ്ങിയത് ഇങ്ങനെ വരച്ചു കൊടുക്കും കേട്ടോ. ശരി, അപ്പം ഇത് ഈ രീതിയിൽ നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ ചെയ്യുക. ചെയ്യുന്ന ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ നാളത്തെ ക്ലാസ്സുകളിൽ ചോദിക്കുക കേട്ടോ. പിന്നീട് വോയിസ് ആയിട്ടൊക്കെ നമുക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞില്ല. ഫേസുകളൊക്കെ ഒരു 2-3 ബ്ലോക്ക് ആയിട്ട് ഒന്ന് ഫോട്ടോ ഇടണേ ആയിട്ടേക്ക് എല്ലാവരും. കാരണം അവിടെ കുറെ സ്ഥലം വിട്ടിട്ടുണ്ട്. ലിങ്ക് മോള് റെഡി ആണെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ നാളെ എന്തായാലും ഇടാം കേട്ടോ. വീഡിയോ നാളെയുടെ ഫോട്ടോ മാത്രം ഒന്ന് ഇട്ടേക്കണേ. ഫോട്ടോ ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ക്ലോസപ്പില്. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ.